ചില സിനിമകൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ചിലത് അതൊരു വെറും പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമായി മാറും. പക്ഷേ ചില സിനിമകൾ സത്യാവസ്ഥ എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ജനങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രമായി ചിലപ്പോഴൊക്കെ സിനിമകൾ മാറാറുണ്ട്. അങ്ങനെ ഒരു ചിത്രമായിരുന്നു ദുരന്തർ എന്ന സിനിമ. അതായത് ആദിത്യധർ സംവിധാനം ചെയ്ത ദുരന്തർ എന്ന സിനിമ. ആ ദുരന്തർ 2 എന്ന സിനിമയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കള്ളനോട്ടുകളെല്ലാം തന്നെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നതെന്നും ആരുടെ കാലത്താണ്, അതായത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ കള്ളനോട്ടുകൾ അച്ചടിച്ചുകൊണ്ട് പാകിസ്ഥാൻ നേരെ ഇന്ത്യയിലേക്ക് വിതരണം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായ ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് കോൺഗ്രസിന്റെ ഭരണകാലത്ത് ധനകാര്യ മന്ത്രാലയത്തിലെ 2 മുതിർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സർക്കാർ തന്നെ അവിടുത്തെ മന്ത്രിമാർ തന്നെ കേന്ദ്രമന്ത്രിമാർ തന്നെ ഈ നമ്മുടെ ഈ നോട്ടിന്റെ നോട്ട് അച്ചടിക്കുന്നതിൻ്റെ ആ ഒരു ടെംപ്ലേറ്റ് അത് നേരെ അവർ ദുബായിലേക്ക് പോയി. അതിനുശേഷം ഒരു സംശയാസ്പദമായ രീതിയിൽ അവരുടെ വിമാനം ദുബായിൽ എയർപോർട്ടിൽ കുറച്ച് മണിക്കൂറോളം അവിടെ തങ്ങുന്നു. അവർ ദുബായിൽ ഈ കോൺഗ്രസിലെ കേന്ദ്രമന്ത്രിമാർ ആരെയൊക്കെയോ കാണുന്നു, അവരുമായിട്ടൊക്കെ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നൊക്കെ വിവരങ്ങളൊക്കെ അന്ന് തന്നെ ആ ഭരണകാലത്ത് തന്നെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അന്ന് അവരത് നമ്മളെ തകർക്കാൻ വേണ്ടി BJP പടച്ചുവിടുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അത് തള്ളിക്കളഞ്ഞു. പക്ഷേ ദുരന്തർ സിനിമയിൽ അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നിലവിൽ ഒരു തീവ്രവാദി തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ആ തീവ്രവാദി തന്നെ പറയുന്നുണ്ട് ദുരന്തർ സിനിമയിൽ എന്താണോ കാണിച്ചത്, അതായത് ദുരന്തർ 2 എന്ന സിനിമയിൽ എന്താണോ കാണിച്ചത്, ആ സിനിമയിൽ എന്താണോ പറയുന്നത് അതെല്ലാം തികച്ചും 100% ശരിയാണ് എന്നാണ് പറയുന്നത്. അതായത് കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യയുടെ നോട്ടുകൾ പാകിസ്ഥാനിൽ അച്ചടിച്ചിരുന്നുവെന്നാണ് ദുരന്തർ സിനിമയിൽ കാണിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്നാണ് പാക് തീവ്രവാദി മുക്താഖ് അഹമ്മദ് ഭട്ട് പറയുന്നത്. അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മുക്താഖ് അഹമ്മദ് ഭട്ട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. പാകിസ്ഥാന്റെ രഹസ്യ ചാരസംഘടനയായ ISIയുടെ പ്രസിലാണ് ഇന്ത്യൻ നോട്ടുകൾ പ്രിന്റ് ചെയ്തിരുന്നതെന്നും അതിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഖനാനി ബ്രദേഴ്സ് ആയിരുന്നുവെന്നാണ് ദുരന്തർ സിനിമയിൽ പറയുന്നത്. നമുക്കറിയാം UP ഇലക്ഷനൊക്കെ വരുന്ന സമയത്ത് UPയിൽ നല്ല ഒരു ആത്മാർത്ഥതയുള്ള ഒരു മുഖ്യമന്ത്രിയെ UPയിലേക്ക് വയ്ക്കണമെന്ന് ജനങ്ങൾ പറഞ്ഞു. അതോടൊപ്പം UPയിലെ ഏറ്റവും വലിയ ഒരു ഗുണ്ട അല്ലെങ്കിൽ മാഫിയ സംഘം നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനി അത്തീഫ് അഹമ്മദാണ്. അത്തീഫ് അഹമ്മദിനെ അവിടെ നിന്നും തുടച്ചു മാറ്റുക അല്ലെങ്കിൽ എന്നേക്കുമായി അവിടെ നിന്ന് കൊന്നുകളയുക എന്നത് ചെയ്താൽ മാത്രമേ UPയിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അത്തീഫ് അഹമ്മദിന് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. നേപ്പാൾ ബോർഡർ വഴി UPയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ എത്തുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നോട്ട് നിരോധനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതുകൊണ്ട് അങ്ങനെയാണ് നരേന്ദ്രമോദി 500-ന്റെ 1000-ന്റെ നോട്ടുകൾ നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവ് തന്നെ അന്ന് രാത്രി പുറത്തിറക്കിയത്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ തന്നെ ഖനാനി ബ്രദേഴ്സ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പിന്നെ കണ്ടത്. അന്ന് അച്ചടിച്ച ഇന്ത്യയുടെ കള്ളനോട്ടുകളിൽ പാതിയും താനാണ് അന്ന് തെക്കൻ കാശ്മീരിൽ കൊണ്ട് വിതരണം ചെയ്തിരുന്നതെന്നും പാക് തീവ്രവാദി മുക്താഖ് അഹമ്മദ് ഭട്ട് പറയുകയാണ്.